ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ലേറ്റ് ആയിട്ടോ. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് വരെയാ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നേ? കഴിഞ്ഞ ക്ലാസ്സില് പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒ പി ഡിയുടെ? എവിടം വരെ എടുത്ത് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ജനറൽ പ്രോബ്ലംസ് പറഞ്ഞു മിസ്സേ. അതില് 8 പോയിന്റ് പറഞ്ഞു. പിന്നെ സ്പെസിഫിക് പ്രോബ്ലംസ് സ്പെസിഫിക് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് പറയാം അല്ലേ. അപ്പൊ ഇത്രയും ജനറൽ പ്രോബ്ലംസ് വരെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സ്റ്റാർട്ട് ചെയ്യാനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാമല്ലോ. മിസ്, ഒ പി ഡി പ്രോസസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ അവിടെ ഒന്നുകൂടി പറഞ്ഞുതരോ? ഒ പി ഡി പ്രോസസ് ഇല്ലേ, അത് വെയിറ്റിംഗ് റൂം ഇൻവെസ്റ്റിഗേഷൻ ആ സെക്ഷൻ അതൊന്ന് പറഞ്ഞുതരാം അല്ലെ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ഒ പി ഡി പ്രോസസ്സില് ഒ പി ഡിയിൽ നമ്മൾ അറൈവ് ചെയ്യുന്നു അല്ലെ. നമ്മൾ ആദ്യം ഒ പി ഡിയിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്ന ഏരിയയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ നമ്മൾ ചെല്ലുന്നു. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഏരിയയാണ് റിസപ്ഷൻ. ഓക്കെ, റിസപ്ഷനിൽ നമ്മൾ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ഡോക്ടർക്ക്, നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് അവർക്ക് എന്ത് ചെയ്യുന്നു, നമ്മള് ഫയൽ എടുക്കാനായിട്ട് പോകുന്നു അല്ലെ. രജിസ്റ്റർ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ആരെയാണ് കാണേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫയല് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് രജിസ്ട്രേഷൻ. അതിനുശേഷം ഏത് ഡോക്ടറെ കാണാനാണോ പോകുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത ടോക്കൺ നമ്പർ നമുക്ക് തരുന്നു. ഓക്കെ, ആ ടോക്കൺ നമ്പറുമായിട്ട് നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിൽ എത്തുന്നു. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ഡോക്ടറെ കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർക്ക് ഇപ്പൊ നമ്മൾക്കൊരു സാധാരണ അസുഖമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ജലദോഷം അല്ലെങ്കിൽ എന്താ പറയാ, സാധാരണ ഒരു ജലദോഷപ്പനിയാണെങ്കിൽ ഡോക്ടർ ഇതിപ്പോ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അങ്ങനെയൊക്കെ ഇപ്പൊ മഴ വന്നാലോ അല്ലെങ്കിൽ അധികം വെയിൽ വന്നാലോ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ് വന്നാലോ ഒക്കെ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നമുക്ക് ചില രോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്, ഡോക്ടർ എന്ത് ചെയ്യും, നമ്മളെ പരിശോധിച്ചിട്ട് നമ്മളോട് പറയും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങളാണ്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് പ്രിസ്ക്രിപ്ഷൻ തരും അല്ലെ. അപ്പൊ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഫാർമസിയിലേക്ക് പോകുന്നു. ഓക്കെ, ഇപ്പൊ നോർമൽ കേസിലാണ് ഞാൻ പറയുന്നത്. ഫാർമസിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടെയും നമുക്ക് ടോക്കൺ നമ്പർ ഉണ്ട്. ടോക്കൺ നമ്പർ നമ്മൾ മേടിക്കുന്നു. അവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്തതിന് ശേഷം ഫാർമസിസ്റ്റ് നമ്മളെ വിളിക്കുന്നു. നമ്മൾ ചെന്നിട്ട് മരുന്ന് കളക്ട് ചെയ്യുന്നു. നമ്മൾ തിരിച്ച് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഇപ്പോ ആസ്മയുടെ പ്രോബ്ലം ആണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ട് പനി, ഛർദി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഡോക്ടർ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷന് റെഫർ ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, എക്സ്റേ, MRI ഇതൊക്കെ വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അസുഖത്തില് ഡോക്ടർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ തോന്നുവാണെങ്കിൽ, അതായത് അവിടെ ഡയഗ്നോസിസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു രോഗനിർണയത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഡോക്ടർ നമുക്ക് ടെസ്റ്റുകൾക്ക് നിർദ്ദേശിക്കുന്നു. നമ്മൾ നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് പിന്നീട് നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ഒക്കെ റിസൾട്ട് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റിന്റെ റിസൾട്ട് അല്ലെങ്കിൽ എക്സ്റേയുടെ റിസൾട്ട് അല്ലെങ്കിൽ MRIയുടെ റിസൾട്ട് ഇതൊക്കെ കിട്ടിയ ശേഷമാണ് നമ്മൾ വീണ്ടും ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ഡോക്ടറെ കാണുമ്പോഴാണ് നമുക്ക് ഡോക്ടർ ശരിയായ രീതിയിൽ മരുന്ന് നമുക്ക് തരുന്നത് കേട്ടോ. എന്തിന്റെ ബേസിലാണ് തരുന്നത്? അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിലാണ് ഡോക്ടർ നമുക്ക് മരുന്നുകൾ തരുന്നത്. പിന്നീട് നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? അതുകൊണ്ട് നേരെ ആദ്യം പറഞ്ഞ ക്രമം തന്നെ നേരെ ഫാർമസിയിലേക്ക് പോകുന്നു, വെയിറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് മരുന്ന് മേടിക്കുന്നു. നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇപ്പൊ മനസ്സിലായോ ക്രമം അങ്ങനെയാണെന്ന്? അറേഞ്ച്മെന്റ് ക്ലിയർ ആണോ? റെഫറൽ എന്ന് പറഞ്ഞാല് അത് അവിടെ കൊടുക്കുന്നത്, അതായത് ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നമ്മൾ മേടിക്കുമല്ലോ. അതായത് നമ്മൾക്ക് അവിടെ തരില്ലേ,
ആ റിസൾട്ടിന്റെ ഇതില് നമ്മൾ വീണ്ടും പോവാണ് ഡോക്ടറെ അടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫാർമസിയിലേക്ക് പോകുന്നത്. അതാണ് ആ ആലോചന കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സാധാരണ ഒരു നോർമൽ കേസ് ആണെങ്കിൽ നേരെ, അതായത് അറൈവിംഗ് അറ്റ് ഒ പി ഡി മുതൽ ഡിപ്പാർച്ചർ വരെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്തെങ്കിലും ടെസ്റ്റുകളുടെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഡോക്ടറെ കണ്ടിട്ടാണ് നമുക്ക് മരുന്ന് തരുന്നത്, അല്ലാതെ നമുക്ക് തരില്ല. ഓക്കെ, അതായത് ടെസ്റ്റ് റിസൾട്ട് ചെയ്തതിന് ശേഷം ആ റിസൾട്ട് ഡോക്ടറെ കാണിച്ചാൽ മാത്രമേ ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതി തരുള്ളൂ, അല്ലാണ്ട് നമുക്ക് തരില്ല കേട്ടോ. നമ്മളിപ്പോ നമുക്കറിയാലോ, നമ്മൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോ എന്താണ്, ഡോക്ടർ നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഡോക്ടർ പറയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ എന്ന് പറയും. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, റിസൾട്ട് കാണിക്കും. അതിനുശേഷമാണ് ഡോക്ടർ നമ്മുടെ ഫയലില് മരുന്ന് എഴുതുന്നത്. അതിപ്പോ എക്സ്റേ, ഇപ്പൊ എന്തെങ്കിലും നമുക്ക് പൊടിവോ ചതവോ അങ്ങനെയുള്ള ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവർ എന്ത് ചെയ്യും, എക്സ്റേ എടുക്കാനേ പറയുള്ളൂ അല്ലെ. ഡോക്ടറെ കാണുമ്പോൾ ആദ്യം എക്സ്റേ എടുത്തിട്ട് വരും, എന്നിട്ട് നോക്കാന്ന് പറയും. അപ്പോഴാണ് മരുന്ന് എഴുതുന്നത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിടികിട്ടിയോ? ഓക്കെ, അപ്പൊ ഇനി സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ്, duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. അതായത് ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന സഹായ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അതായത് നമുക്കിപ്പോ കാണാം, ഇപ്പോ ഏത് ഡോക്ടറുടെ അടുത്തായാലും എന്തുണ്ടാകും, ഡോക്ടർസിന്റെ റൂമില് ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു നഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകും. അവര് കാണിക്കുന്ന തിടുക്കം, അതായത് ചിലപ്പോ കൂടുതൽ രോഗികളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഫയല് എടുക്കുന്നതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ എന്താ പറയാ, അവര് എന്തെങ്കിലും പെട്ടെന്ന് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഡോക്യുമെന്റേഷനിൽ ഫയലിലും മറ്റും എന്തുണ്ടാവാറുണ്ട്, തെറ്റുകള് സംഭവിക്കാറുണ്ട്. അതാണ് ആദ്യത്തെ സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എന്താ പറയാ ശ്രദ്ധയില്ലായ്മ മൂലം ചില കാര്യങ്ങളില് പിശക് പറ്റാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് പോയിന്റ്, ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് ദ പേഷ്യൻസ്. അതായത് ഓക്സിലറി സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പൊ ഈ പറയുന്ന ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന സഹായ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, അതായത് മിസ്ബിഹേവ് ചെയ്യുന്നു, രോഗികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിനേക്കാളും പവർ ആയിരിക്കും, അല്ലെങ്കിൽ അവരെക്കാളും ഭയങ്കര ജാടയിലായിരിക്കും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുക. അവര് നമ്മളോട് മര്യാദയ്ക്ക് സംസാരിക്കില്ല, മിസ്ബിഹേവ് ആയിട്ടാ പെരുമാറുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഒരു എന്താ പറയാ പേഷ്യൻസിന് എന്താണ് ഒരു ഇത് ഉണ്ടാക്കും, അതായത് ആ ഡോക്ടറെ തന്നെ കാണണോ എന്നുള്ളൊരു ഇത് വരും അവിടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഒ പി ഡിയിൽ നടക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. മൂന്നാമത്തേത്, in absence of appointment system, patients start accumulating even before office time starts, creating a long queue of patients even before the arrival of doctors. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിൽ പറയാനുള്ളത്, അതായത് ചില ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ എന്ത് പറ്റും, അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് ഇല്ലാത്ത ഹോസ്പിറ്റലുകളാണെങ്കിൽ ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ എന്തുണ്ടാവും, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഡേ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്കറിയാം, ഇപ്പോ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെയൊന്നും എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. അവിടെ നമ്മൾ ചെല്ലുന്നു, നമ്മള് അവിടെ വെയിറ്റ് ചെയ്യുന്നു, നമ്മൾ ഒപ്പിച്ചിട്ടെടുക്കുന്നു, ഡോക്ടറെ കാണുന്നു. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, അതായത് രാവിലെ തന്നെ ഇപ്പൊ 8 മണിക്കാണ് സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മണിക്ക് നമ്മൾക്ക് ചീട്ട് കിട്ടണമെങ്കിൽ എന്താണ്, ആദ്യം ഇപ്പോ ഫിസിഷ്യനൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം 1 മണി 2 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ കണ്ണിന്റെ ഡോക്ടർ, പല്ലിന്റെ ഡോക്ടർ കേട്ടോ, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യം ഞാൻ പറയുന്നേ, അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് കാണണമെങ്കിൽ അവരൊരു ആദ്യത്തെ 25 ടോക്കൺ അല്ലെങ്കിൽ 30 ടോക്കൺ ഒക്കെ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്, നമ്മള് 8 മണിക്കാണ് ഒ പി ആരംഭിക്കുന്നതെങ്കിൽ 6 മണിക്ക് തന്നെ പേഷ്യൻസ് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ വന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കുറവ് മൂലം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വന്ന് തിക്കി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം
കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു കണ്ണിന്റെ ഡോക്ടറൊക്കെയാണ് കാണുന്നതെങ്കിൽ 25 ടോക്കൺ കഴിയും. 25 എണ്ണം അവർ എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ആ 25 എണ്ണം 8 മണിക്ക് മുമ്പ് തന്നെ ഫിൽ ആയിട്ടുണ്ടാവും ആളുകൾ വന്ന് നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ ആളുകൾ വരുന്നു. അതെന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൂടാതെ 4th പോയിന്റ്, ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ കൺസൾട്ടേഷൻ നടത്തില്ല. ഓക്കെ. അതുപോലെ തന്നെ അവര് ഇൻവെസ്റ്റിഗേഷനും എന്ത് ചെയ്യില്ല, റെഫർ ചെയ്യില്ല. ഇപ്പൊ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അതിന്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിലും ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യില്ല, അതിന് മെനക്കെടാറില്ല. അതും എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ മര്യാദയ്ക്ക് നടത്തിയില്ലെങ്കിൽ എന്തുണ്ടാവാറുണ്ട്, അതും ഒരു പ്രോബ്ലം തന്നെയായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് ലാക്ക് ഓഫ് പ്രൈവസി ആണ്. അതായത് ഹോസ്പിറ്റലുകളിൽ നമ്മൾക്ക് സ്വകാര്യത ഇല്ലാതെ ഇരിക്കുക. അതായത് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ഇപ്പോ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം ഓപ്പൺ ആയിട്ട് കിടക്കുക, അതുപോലെ തന്നെ എക്സ്റേ ചെയ്യുന്ന സ്ഥലമോ അല്ലെങ്കിൽ എന്താ പറയാ ഇഞ്ചക്ഷൻ റൂമുകളൊക്കെ ഓപ്പൺ ആയിട്ട് കിടന്നാൽ എന്താ പേഷ്യൻസിന്റെ ബോഡി പാർട്സ് ഒക്കെ മറ്റുള്ളവർ കാണാനായിട്ട് ഇടവരും. അതെന്താണ് ഒരു പ്രശ്നം തന്നെയാണ്, നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ, അതായത് കൺസൾട്ടേഷൻ റൂം ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഇപ്പൊ സ്ത്രീരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട, ഞാൻ എക്സാമ്പിൾ പറയാണ്, ഗൈനക്കോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട ഡോക്ടറിനാണ് നമ്മൾ കാണാൻ പോകുന്നതെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോ ആ ഡോക്ടേഴ്സിന്റെ റൂം ഓപ്പൺ ആയി കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന പേഷ്യന്റ് ഞാനാണെങ്കിൽ ഞാൻ പറയുന്ന വിവരങ്ങള് മറ്റു രോഗികൾ കേൾക്കാനായിട്ട് ഇടവരും. അതാണ് അവിടെ ലാക്ക് ഓഫ് പ്രൈവസി എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ചില രോഗികളോട് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് കുറെ വിവരങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് കുത്തി കുത്തി ചോദിക്കും, എന്താണ് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബേസിക് ആയിട്ട് എന്താണ് അവരുടെ രോഗം, അവരുടെ പേരെന്താണ്, അവരെവിടെ നിന്ന് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സ്റ്റാഫുകൾ അറിഞ്ഞാൽ മതി. പക്ഷെ ചില സ്റ്റാഫുകൾ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ചിക്കിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു പറയില്ലേ. അപ്പൊ അതൊക്കെ എന്താണ് പേഷ്യന്റിന്റെ പ്രൈവസിയെ ബാധിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അതും എന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ 6ാമത്തത് ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർമാരുടെ കൈയക്ഷരം അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കും മനസ്സിലാവില്ല. ഓക്കെ. അത് മെഡിക്കൽ ഷോപ്പ് ഉടമയ്ക്കും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്കും ഡോക്ടർക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നഴ്സുമാർക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്കത് വായിച്ച് മനസ്സിലാക്കുന്നതിൽ എന്തുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രയാസം അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതിന്റെ തന്നെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ നമുക്ക് അവരുടെ അക്ഷരം അല്ലെങ്കിൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ നമുക്ക് കുറിപ്പടി കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ, പ്രിസ്ക്രിപ്ഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണോ മരുന്നെന്ന് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അതൊരു സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നതാണ്. നെക്സ്റ്റ് പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാൽ ഒരു രോഗി തന്നെ ഒന്നിലധികം രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുക. ഓക്കെ. അത് പല എന്താ പറയാ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. 8ാമത്തത് ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അതായത് ഹോസ്പിറ്റലുകളിൽ ക്യൂകള് ശരിയായി പാലിക്കാതിരിക്കുക എന്നുള്ളത് എന്താണ്, അതും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നുകൾ ഫാർമസിയിൽ ഇല്ലാതിരിക്കുന്നതും എന്ത് തന്നെയാണ് ഒരു പ്രോബ്ലം ആണ്. കാരണം അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പുറത്തു പോയി എന്ത് ചെയ്യുന്നു, മരുന്നുകൾ വാങ്ങിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. 10ാമത്തത് use of trade name of medicines by the doctors create a confusion to patients when different named medicines of same genera is supplied to the patient. അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അതായത് 2 തരത്തിലുള്ള മെഡിസിൻ ഉണ്ട്. ഒന്ന് ട്രേഡ് മെഡിസിൻ ഉണ്ട്, രണ്ടാമത്തത് ജനറിക് മെഡിസിൻ ആണ്. ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ വർഷങ്ങളോളം എന്താ പറയാ, അതായത് വർഷങ്ങളോളം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി
തന്റേതായിട്ടുള്ള മുതൽ മുടക്കില് ഒരു ഹ്യൂജ് എമൗണ്ട് ചെലവഴിച്ച് അവര് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന മരുന്നാണിത് ജനറിക് മെഡിസിനിൽ വരുന്നത്. ഓക്കെ, അതായത് ആദ്യമായിട്ട് ആ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ ഒരു കമ്പനി ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്. ആ മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മരുന്ന് കുറെ നാളത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള കമ്പനിക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കാനോ വിൽക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ ഗവൺമെന്റിനോട് ഇവർ എന്ത് ചെയ്യും? പേറ്റന്റ് ആവശ്യപ്പെടും. 20 വർഷത്തേക്കായിരിക്കും പേറ്റന്റ് ഇവർ ആവശ്യപ്പെടുന്നത്. 20 വർഷത്തേക്ക് ഈ മരുന്ന് ഉണ്ടാക്കാനോ വിൽക്കാനോ ഒന്നും മറ്റ് ആളുകൾക്കൊന്നും സാധിക്കില്ല, ഈ ഒരു കമ്പനിക്കല്ലാതെ, അതായത് ഈ കണ്ടുപിടിച്ച കമ്പനിക്കല്ലാതെ. നെറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ്. എവിടെ വരെയാ നിങ്ങൾ കേട്ടത്? എവിടെ വരെയായിരുന്നു? റിൻസി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? സ്ക്രീൻ കാണത്തില്ലല്ലോ. എത്രാമത്തെ പോയിന്റ് ആയിരുന്നു? 10ാമത്തെ. എത്ര? 10ാമത്തെ പോയിന്റ്. 8ാമത്തെ അല്ലേ? 10 കേട്ടോ നിങ്ങളപ്പോ? ഓക്കെ. അപ്പൊ ട്രേഡ് മെഡിസിനും ജനറിക് മെഡിസിനും ഞാൻ പറഞ്ഞു. എന്താ ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്? മെഡിസിൻ മാത്രമേ കേട്ടിട്ടുള്ളേ. അതുവരെ കേട്ടിട്ടുള്ളൂ അല്ലെ? ഓക്കെ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മളിപ്പോ നിങ്ങൾക്കിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് കൊളസ്ട്രോളിന്റെ ഒരു ഗുളിക. ഓക്കെ, കൊളസ്ട്രോളിന്റെ ഒരു ഗുളിക എന്ന് പറയുന്നത് നമ്മളിപ്പോ സാധാരണ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കിട്ടുന്നത് എന്താ, എന്ത് പേര് വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പാരസെറ്റാമോൾ തന്നെ പറയാം. പാരസെറ്റാമോൾ നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ നിന്ന് മേടിച്ചിട്ടില്ല? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ? മേടിച്ചിട്ടുണ്ടോ? മേടിച്ചിട്ടുണ്ട്. എങ്ങനത്തെ കളറാ?
ഒരു വെള്ള കളറിലല്ലേ അത് സ്ട്രിപ്പോട് കൂടിയിട്ട് അല്ലെ? ഓക്കെ, അതെന്ന് പറയുന്നത് ജനറിക് മെഡിസിൻ ആണ്. ഓക്കെ, അതിന്റെ കണ്ടന്റ്, അതായത് ബേസ് കണ്ടന്റ് ആദ്യമായിട്ട് കണ്ടെത്തിയതാണത്. അതിന്റെ ബേസ് കണ്ടന്റ് അതിനകത്തുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്കത് ട്രേഡ് മെഡിസിൻ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് അതിന്റെ തന്നെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പാരസെറ്റാമോളിന്റെ തന്നെ പല സിറപ്പ് രൂപത്തിലും പല ടാബ്ലറ്റ് രൂപത്തിലും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മുതിർന്നവര് കഴിക്കുമ്പോൾ ഡോളോ ആവും ഇല്ലേ? അതുപോലെ തന്നെ വേറൊരു പേര് പറഞ്ഞേ നിങ്ങൾ, പാരസെറ്റാമോളിന്റെ തന്നെ ഡോളോ ഒരെണ്ണമുണ്ട്. പിന്നെ ഏതാ അറിയാമോ ആർക്കെങ്കിലും? അറിയില്ല? ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് നമുക്ക് പല പേരുകളിലും പല, അതായത് നമ്മൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നമുക്ക് പുറത്ത് വന്ന മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ മരുന്ന് കിട്ടുന്നുണ്ട്. അതെന്താണ്? ട്രേഡ് മെഡിസിനിൽ വരുന്നതാണ്. ഇപ്പൊ കൊളസ്ട്രോളിന്റെ ഗുളിക ഞാൻ പറഞ്ഞു. കൊളസ്ട്രോളിന്റെ ഗുളിക നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു ടാബ്ലറ്റ് വേറെയാണ്. പക്ഷെ നമ്മൾക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നത് റോസുവാസ്റ്റിൻ, റോസാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന 3 മരുന്നുകളായിട്ടാണ്. അത് ഡോക്ടേഴ്സ് ഏതാണോ നമുക്ക് പ്രിഫർ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് അതനുസരിച്ചിട്ടാണ് മെഡിക്കൽ ഷോപ്പുകാർ നമുക്ക് മരുന്ന് തരുന്നത്. ഇപ്പൊ കൊളസ്ട്രോളിന്റെ തന്നെ ഗുളിക, അതായത് ഈ ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത് 20 വർഷം കഴിയുമ്പോൾ എന്താണ് അതിന്റെ വില കുറഞ്ഞു വരും. ഓക്കെ, ആ ഒരു 20 വർഷം പേറ്റന്റ് കാലയളവിൽ മാത്രമാണ് അതിന്റെ വില കൂടുക. ബാക്കി അത് കഴിയുമ്പോൾ എന്താണ് അതിന് വില കുറഞ്ഞിട്ടായിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പാരസെറ്റാമോളിന്റെ തന്നെ വെള്ള സ്ട്രിപ്പോട് കൂടി ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഭയങ്കര വില കുറവിൽ കിട്ടുന്നതാണ്. പക്ഷെ ആ സ്ഥാനത്ത് ഡോളോ പോലുള്ള മരുന്നുകള് ട്രേഡ് നെയിം യൂസ് ചെയ്തുകൊണ്ട്, അതായത് മറ്റുള്ള കമ്പനികള് അവരുടേതായിട്ടുള്ള കളറിലും നിറത്തിലും ഒക്കെ എന്താണ് ആ മരുന്നിനെ മാറ്റം വരുത്തിയിട്ട്, കണ്ടന്റ് അത് തന്നെ ആയിരിക്കും കേട്ടോ, ബേസ് കണ്ടന്റ് എന്ന് പറയുന്നത് ആ മരുന്നിൽ അത് തന്നെ ആയിരിക്കും. പക്ഷെ അട്രാക്ഷൻ തോന്നുന്ന തരത്തില് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഡോളോയുടെ രൂപത്തിൽ നമുക്ക് ആ മരുന്ന് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് ട്രേഡ് നെയിം, ട്രേഡ് മെഡിസിനില വരുന്നത്. അപ്പോ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഇവിടെ പറയുന്നത് ഇപ്പോ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഡോക്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ട് അവരുടെ കമ്പനികളുടെ മരുന്നുകളുമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് ഇപ്പൊ എന്താണ് അവരുമായിട്ട് എന്താണ് ഈ മരുന്നുകള് ഞാൻ എന്താ പറയാ പേഷ്യൻസിന് കൊടുക്കാമെന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഇതുണ്ടാവും അവര് തമ്മില്. അങ്ങനെ ആ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആ ഒരു കമ്പനിയുമായിട്ട് ഡോക്ടർമാരെ ഡീല് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മരുന്നുകൾ തരുന്നത്. ഇപ്പൊ കൊളസ്ട്രോളിന്റെ തന്നെ ഗുളികയുണ്ട്, റോസുവാസ് ഉണ്ട്, റോസ്വാസ്റ്റിൻ ഉണ്ട്, റോസോസ്റ്റാറ്റിൻ ഉണ്ട്. ഇതൊക്കെ എന്താണ് പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കൊളസ്ട്രോളിന്റെ തന്നെ ഗുളികകളാണ്. ഇപ്പൊ ഡോക്ടർ ഏതാണോ കൂടുതൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതാണ് അവിടെ വരുന്ന പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഡോക്ടർ കൊടുക്കുന്നത്. ഇപ്പൊ മറ്റു ഇപ്പൊ ഞാൻ പറഞ്ഞു 3 ടൈപ്പിലുള്ള കൊളസ്ട്രോളിന്റെ ഗുളിക പറഞ്ഞു, ഏതെങ്കിലും ഒന്നായിരിക്കും ആ ഡോക്ടർ എപ്പോഴും പേഷ്യൻസിന് കൊടുക്കുക. ഓക്കെ, അത് ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മരുന്നായിരിക്കുള്ളൂ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതായത് ഇത് നമ്മളിപ്പോ ട്രേഡ് നെയിം ഉപയോഗിച്ചുകൊണ്ടുള്ള മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും എന്താണ് നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം ഇപ്പോ ഡോക്ടർ ഡോളോ ആണ് നമുക്ക് എഴുതിയെന്ന് വിചാരിക്കുക, മെഡിക്കൽ ഷോപ്പിൽ എന്തുണ്ട് സാധാരണയുള്ള പാരസെറ്റാമോളും ഉണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും എന്തുകൊണ്ടാണ് ഡോക്ടർ അത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഡോളോ എന്ന് പറയുന്നത് എന്ത് മരുന്നാ? ട്രേഡ് നെയിം ഉപയോഗിച്ചുകൊണ്ടുള്ള മരുന്നാണ് ഡോളോ. അത് ജനറിക് മെഡിസിനിൽ വരുന്നില്ല. ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത് സാധാ പാരസെറ്റാമോൾ ആണ്. 250 അല്ലെങ്കിൽ 500 mg എന്താ വരുന്നത്? സാധാ പാരസെറ്റാമോൾ ആണ് ജനറിക് മെഡിസിനിൽ വരുന്നത്. ട്രേഡ് മെഡിസിൻ ആകുമ്പോൾ ഡോളോ വരും. അതുപോലെ തന്നെയാണ് മറ്റുള്ള മരുന്നുകൾ. ഇപ്പൊ ഷുഗറിന്റെ മരുന്നായാലും കൊളസ്ട്രോളിന്റെ മരുന്നായാലും അല്ലെങ്കിൽ എന്ത് മരുന്നുകളായാലും എന്താണ് ജനറിക് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട്, അതിന്റെ ബേസ് മാത്രമുള്ള മരുന്നുകളുണ്ട്. അതേ മരുന്ന് തന്നെ പല കമ്പനികള് അവരുടേതായ രീതിയിൽ പേര് കൊടുത്തിട്ട് എന്താണ് മെഡിക്കൽ ഷോപ്പുകളിൽ വിതരണം ചെയ്യുന്നത് മാത്രം. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ, അത്രയും കാര്യമുള്ളൂ. അതാണ് അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു പേഷ്യൻസിന്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറിച്ചു കൊടുക്കും. നെക്സ്റ്റ്, നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പറയുന്നില്ല എത്ര കാലം ഈ മരുന്ന് കഴിക്കണം.
ഇപ്പോ നമ്മളിപ്പോ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഇപ്പൊ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടർ പറയും 1 മാസം മരുന്ന് കഴിച്ചിട്ട് വരൂ എന്ന് പറയും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യില്ല, 1 മാസം കഴിഞ്ഞ് പോകുന്നില്ല, കാരണം വീണ്ടും ഫീസ് കൊടുക്കണമല്ലോ. നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, കുഴപ്പമില്ലെങ്കിൽ നമ്മൾ കഴിക്കില്ല. ഇനി അതേപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കഴിക്കും. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു അഡ്വൈസ് കിട്ടുന്നില്ല, നമ്മൾ അതനുസരിച്ച് അന്വേഷിക്കാനും പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അത് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ദ ഫാർമസിസ്റ്റ്. അതുകൂടാതെ ചില സമയത്ത് ഫാർമസിസ്റ്റിന്റെ അശ്രദ്ധ കൊണ്ട് ചില മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതും ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ്, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾ. നമ്മൾ ചില സ്ഥലത്ത് ഇപ്പോഴും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലായിടത്തും നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. എന്നാലും ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ എന്താ വൃത്തിയില്ലാതിരിക്കും, അതായത് അൺക്ലീൻഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതും എന്താ ഒരു ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും പ്രോബ്ലംസ് പറഞ്ഞു. ഇനി ഇത് എന്ത് ചെയ്യണം, നമുക്ക് പരിഹരിക്കണമല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളുണ്ട്, മെത്തേഡ്സ് ടു സോൾവ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ആഡ്വക്കേറ്റ് ഡയറക്ഷണൽ സൈൻ. അതായത് എന്താ പറയാ, മതിയായ രീതിയിൽ എന്ത് ചെയ്യാം. കാണുന്നില്ല. കാണുന്നില്ലേ സ്ലൈഡ്? ഇല്ല 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 മിസ്, കാണുന്നില്ല. അടിച്ച് കേറി നോക്കിയിരുന്നാലും കാണുന്നില്ല. മറ്റുള്ളവർക്ക് കാണുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ വീണ്ടും കയറി, പക്ഷെ കാണാനില്ല. ഇതേ വന്നേ, കാണുന്നില്ല സ്ലൈഡ്. ഹലോ ഹലോ, ഞാൻ ഓക്സി ഇപ്പൊ അതെ ഓക്കെ. നോക്കിയപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആഡ്വക്കേറ്റ് ഡയറക്ഷണൽ സൈൻ. അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്താണ്, നമുക്ക് ഓരോ സൈനുകൾ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, സൈൻ ബോർഡ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആരോ ചിഹ്നങ്ങളൊക്കെ, അങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ഡയറക്ഷൻ, ആ ഒരു സംഭവം ഉണ്ടാവണം എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് പ്രോബ്ലംസ് പരിഹരിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. അതായത് പേഷ്യന്റ് വരുമ്പോൾ വളരെ പെട്ടെന്ന് അവരെ കാത്തു നിൽക്കാത്ത രീതിയിൽ, അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ രജിസ്ട്രേഷനും ഇലക്ട്രോണിക് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതുപോലെ തന്നെ പേഷ്യന്റ് ഫയൽ അവിടെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത്, മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫ്രീ കളക്ഷൻ സോൺ. അതായത് ഒന്നിൽ കൂടുതൽ ഫീ കളക്ഷൻ സോണുകൾ ഉണ്ടായിരിക്കണം. 3 or 4 ഫീ കളക്ഷൻ സോണുകൾ ഉണ്ടെങ്കിൽ രോഗികൾക്ക് അവിടെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 3 or 4 ഉണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഫീസ് അടച്ചിട്ട് ആളുകൾക്ക് മരുന്ന് വാങ്ങിയൊക്കെ എന്താണ് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. ആൻഡ് ഫോർത്ത് പോയിന്റ്, ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയംസ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് രോഗിയുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ എണ്ണം ഉണ്ടാവണം എന്നാ പറയണേ. നമ്മൾ ആദ്യം ജനറൽ പ്രോബ്ലംസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തെക്കാൾ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എത്ര രോഗികളാണ് ഉള്ളത് അതിന് ആനുപാതികമായിട്ട് അതിന് അഡിക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡോക്ടേഴ്സും വേണം. നെക്സ്റ്റ്, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്ത് വേണം, ഹോസ്പിറ്റലിൽ വേണം.
അതനുസരിച്ച് അപ്പൊ അതാവുമ്പോ നമുക്ക് എന്ത് ചെയ്യണ്ട, പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ആ ടോക്കൺ വിളിക്കുന്ന സമയത്ത് മാത്രം ചെന്ന് നിന്നാൽ മതി. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് വേറെ സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ ഡോക്ടറെ കാണാനൊക്കെ പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്, സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒന്നിലധികം പി കളക്ഷൻ സോൺ ഉള്ളതുപോലെ തന്നെ എന്താണ്, ബ്ലഡ് ശേഖരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന സ്ഥലമൊക്കെ എന്താണ്, രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ രോഗികൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. Adequate seating capacity, entertainment with the TV, magazine or health education measures through leaflets, posters, magazine. അതുപോലെ തന്നെ രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർക്ക് മുഷിച്ചിൽ ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്ത് വേണം, അതായത് ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വായിക്കാൻ എന്തെങ്കിലും പുസ്തകമോ അല്ലെങ്കിൽ ടിവിയോ മിസ്സേ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. പറഞ്ഞത് കേൾക്കുന്നില്ലേ? മിസ്സേ ഒന്നും കേൾക്കത്തില്ല. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, എന്താ? കേൾക്കത്തില്ലായിരുന്നു. മുമ്പ് പറഞ്ഞത് കേട്ടില്ല. ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ മിസ് പറയുന്ന കേൾക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞത് കേട്ടില്ല. നേരത്തെ കേട്ടില്ല. TV മാഗസിൻ എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കാൻ അതെന്താ പറഞ്ഞെന്ന് കേൾക്കത്തില്ലായിരുന്നു. അതെ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലായിരുന്നു അല്ലെ? അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുന്നില്ലെങ്കിൽ പറയാനോട്ടോ, എനിക്ക് അവരെ വിളിക്കാനാണ്. ഞാനിപ്പോ പറയുന്നത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവിടെ നമുക്ക് എന്ത് വേണം, അതായത് നമ്മളെ എന്റർടൈൻ ചെയ്യാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. നമ്മളവിടെ ചെല്ലുമ്പോൾ TV ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കുറെ നേരം അത് കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഇരിക്കാം അല്ലെ, നമുക്ക് അധികം മുഷ്ടിലുണ്ടാവില്ല. അതുപോലെ എന്തെങ്കിലും മാഗസീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വായിച്ചൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. അതായത് ജൂനിയർ ഡോക്ടർമാരുടെ OP നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നമ്മളൊരു സീനിയർ ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ട് ഒരു ജൂനിയർ ഡോക്ടർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് സീനിയർ ആയിട്ടുള്ള ഡോക്ടറെയാണ് കാണേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം നമ്മളെ കാണുന്നത് അല്ലെങ്കിൽ ആദ്യം നമ്മളെ എന്താ പറയാ കൺസൾട്ട് ചെയ്യുന്നത് ഒരു ജൂനിയർ ഡോക്ടർ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് നട്ടെല്ലിന് വേദനയായിട്ടായിരിക്കും നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ നമുക്കറിയില്ല ആരെയാണ് കറക്റ്റ് കാണേണ്ടത്. ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും അവിടെ, ഓക്കെ, അല്ലെങ്കിൽ ന്യൂറോ സർജൻ ഉണ്ടാവും. അപ്പൊ ഈ രണ്ടുപേരിൽ ആരെയാണ് കാണേണ്ടത് നമുക്ക് ഡൗട്ട് വരും. അങ്ങനെയുള്ള ഒരു സമയത്ത് ജൂനിയർ ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമുക്ക് ശരിയായിട്ട് പറയും ആരെയാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ക്രീനിങ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് എളുപ്പമായിരിക്കുള്ളൂ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്. നെക്സ്റ്റ്, Queuing theory is a scientific and a mathematical way of solving problem of overcrowding. പിന്നെ എന്താണ്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ ക്യൂ പാലിക്കുവാണെങ്കിൽ നമ്മൾക്കധികം തിരക്കുകളൊന്നും അനുഭവപ്പെടില്ല. അതായത് നമ്മുടെ നമ്മളിപ്പോ ക്യൂ നിൽക്കുവാണെങ്കിൽ തന്നെ ആ ക്യൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരാള് നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആളുകള് ജമ്പ് ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇടയ്ക്കിട്ടൊക്കെ കയറുമല്ലോ ക്യൂവിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. നെക്സ്റ്റ്, അവോയ്ഡ് queue jumping, the act of going ahead of other people waiting in a line sometimes instead of waiting one's turn. അതുപോലെ ഒരാളുടെ ഇടയ്ക്ക് കയറി നിൽക്കാതിരിക്കുക, ഓവർടേക്ക് ചെയ്ത് ഡോക്ടറുടെ റൂമിൽ കയറാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി. ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്, അതായത് എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനും
അതായത് അധികം തിരക്കുകളില്ലാതെ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡിൽ വരുന്നത്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കാൻ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ്, ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. ഒരു OPD-യിൽ എന്തൊക്കെ റെക്കോർഡുകളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫോമുകളാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അതിനകത്ത് ആദ്യം OPD രജിസ്ട്രേഷൻ ഫോം. നമുക്കറിയാം, ഒരാള് വന്നു കഴിഞ്ഞാൽ, പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ആദ്യം കൊടുക്കുന്നത് എന്താ? രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം. അതെന്തായാലും വേണം. പിന്നെ അഡ്മിഷൻ ഫോം. ഒരാൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേറൊരു ഫോം ഉണ്ട്, അതാണ് അഡ്മിഷൻ ഫോം. മെഡിക്കേഷൻ റെക്കോർഡ്, രോഗികളുടെ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളും കാര്യങ്ങളും. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, അതായത് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. കൺസെന്റ് ഫോംസ്, അതായത് ഇപ്പൊ രോഗിയോ അല്ലെങ്കിൽ രോഗിയുടെ റിലേറ്റീവ്സോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാല് കൺസെന്റ് ചെയ്തു കൊടുക്കണമല്ലോ. കൺസെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, രോഗിയെ കൊണ്ടോ അല്ലെങ്കിൽ രോഗിയുടെ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഒരു ഫോം സൈൻ ചെയ്ത് മേടിക്കും. അതിനെയാണ് നമ്മൾ കൺസെന്റ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ എവിടെ ഉണ്ടായിരിക്കണം? ഈ OPD-യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്, every hospital must maintain the medical records relating to his or her patients for a period of 3 years from the date of commencement on the treatment. അതായത് രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്, അതായത് ഇൻഡോർ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് അവര് പോയി, അതായത് ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 3 വർഷം വരെ എന്താണ് ഹോസ്പിറ്റലില് സൂക്ഷിച്ചിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 3 വർഷം വരെയാണ് ഒരു കാലയളവ് പറയുന്നത് കേട്ടോ. ഇപ്പോ എന്തെങ്കിലും ഇപ്പോ പേഷ്യന്റ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഡെത്ത് ആവുകയോ അല്ലെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും ഒരു കോമ സ്റ്റേജിലൊക്കെ ആയിക്കഴിഞ്ഞാല് എന്താണ് ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റു ഏജൻസിയുടെ ഭാഗത്ത് നിന്നൊക്കെ, ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്ത് നിന്നൊക്കെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉണ്ടാവും മരിച്ചൊക്കെ കഴിഞ്ഞാൽ. അപ്പോ ഇവർക്ക് കൃത്യമായിട്ട് ആ രോഗിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവര് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ മുമ്പിലാണ് ഹാജരാക്കേണ്ടതെങ്കിൽ എന്താണ് ഈ ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് 3 വർഷത്തെ കാലാവധി ഇവര് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ റെക്കോർഡ്സിൽ വരുന്നത്. നെക്സ്റ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. അതായത് ഈ OPD, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. അയാളുടെ പേരാണ് OPD അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അയാളുടെ ജോലി വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫോർ OPD, അതായത് OPD-യിലേക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ജോലിയാണ്. നെക്സ്റ്റ് വൺ, directing patients from one place to other place inside the hospital. ഇനി ഏതെങ്കിലും ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ആ പേഷ്യന്റിനെ ശരിയായ രീതിയിൽ നയിക്കുക. അപ്പൊ ആ പേഷ്യന്റിന് ഡോക്ടറെ കാണാനാണ് പോവേണ്ടതെങ്കിൽ അയാൾക്ക് അറിയില്ലെന്ന് വിചാരിക്കുക, അയാൾ എന്ത് ചെയ്യാം, അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. അങ്ങനെ പല പേഷ്യന്റും വരുമല്ലോ, അപ്പൊ അവരെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. ഇനി പുറത്തു നിന്നുള്ള ഇപ്പൊ വിദേശികളൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരും, അല്ലെങ്കിൽ ബംഗാളികളോ അസമീസോ ഒക്കെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പോ അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലായില്ലെങ്കിൽ അവരുടെ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അതും എന്താണ് OPD അസിസ്റ്റന്റിന്റെ ജോലിയിൽ വരുന്നത്. പാസിംഗ് കേസ് ഷീറ്റ്സ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് കേസ് ഷീറ്റ് പാസ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഈ ഒരു OPD assistant. The next one, explaining basic details like medicine, treatment and reason for waiting to the patient. അതായത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇപ്പൊ മെഡിസിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, പിന്നെന്താണ് എന്തുകൊണ്ടാണ് ഡോക്ടറെ കാണാനായിട്ട് വൈകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രോഗി ഇത്രയും നേരം ആ ഒരു ഏരിയയിൽ കാത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ്, അസിസ്റ്റന്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക. ഓക്കെ,
ഇനി എൻഷുവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറുടെ സംതൃപ്തി എന്താ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ ഒരു OPD സിസ്റ്റം. അപ്പോ ഹോസ്പിറ്റലിലെ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോക്കുക എന്തൊക്കെയാ വരുന്നതെന്ന് കേട്ടോ. അതിനകത്ത് പേഷ്യന്റിന്റെ ID വരുന്നുണ്ട്, നെയിം, ഡേറ്റ്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡ്രസ്, പിന്നെ ഡോക്ടറിന്റെ നെയിമും കാര്യങ്ങളും അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. Next one is guest relation officer ആണ് കേട്ടോ. A guest relation officer, also known as a guest relation coordinator or guest relation specialist, is a customer service centered employee who essentially brings. അപ്പോ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. ആ ആളെന്ന് പറയുന്നത് പല പേരുകളിലാണ്. അതായത് ആള് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുമാണ് ആൾ അറിയപ്പെടുക. ഇയാളെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആണ്. അതായത് പൂർണ്ണമായും കസ്റ്റമറിനെ സെർവ് ചെയ്യുന്ന, ഇപ്പൊ കസ്റ്റമറിന് എന്ത് ആവശ്യങ്ങളുണ്ടോ അതൊക്കെ സാധിച്ചു കൊടുക്കുന്ന കസ്റ്റമർ സർവീസ് സെന്റേർഡായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫാണ് എന്ത്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ ഈ ഒരാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അയാളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. First one is guest relation representatives are available to assist patients and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital services. അപ്പൊ എന്താ ഫസ്റ്റ് ഇവിടെ തന്നെ പറയുന്നത് എന്താ? അതായത് അവരെന്ത് ചെയ്യുന്നു? അതായത് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്നു, ഫാമിലീസിനെ അസിസ്റ്റ് ചെയ്യുന്നു, അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു, ഹോസ്പിറ്റൽ പോളിസിയെ കുറിച്ച് പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ എന്താണ്? കസ്റ്റമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരാതി പരിഹാരം നൽകുന്നു. കൂടാതെ ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് പേഷ്യൻസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലാണ് അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അറ്റൻഡ് ടു എൻക്വയറീസ് രജിസ്റ്റേർഡ് ബൈ ദ ഗസ്റ്റ് കസ്റ്റമർ ഓർ ഫോറിൻ പേഷ്യൻസ് റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ആൻഡ് എവറിത്തിങ് എൽസ്. ഓക്കെ, ഞാനിത് ഇംഗ്ലീഷിൽ വായിക്കണം എന്ന് നിർബന്ധമുണ്ടോ നിങ്ങൾക്ക്? എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ മലയാളത്തില്? നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമോ? അത് കേൾക്കുന്നില്ലേ? റിൻസി, മേഘ, കേൾക്കുന്നുണ്ട് മിസ്സേ. നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിക്കോളൂല്ലേ അത്? ഓക്കെ. ചുമ വരുന്നു ഭയങ്കര, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിട്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ മിസ്സേ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, ഇപ്പൊ ഫോറിൻ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോ എന്താണ്? അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് എന്താണ് അതായത് അവരിപ്പോ ഗസ്റ്റുകളോ ചിലപ്പോ ഗസ്റ്റുകൾ വരാം അല്ലെ, VIPs കാര്യങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ അതായത് ഹോസ്പിറ്റലില് റെഗുലർ ആയിട്ട് വരാത്തുള്ള, അതായത് ഭയങ്കരമായിട്ട്, അതായത് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ വരുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. തേർഡ് പോയിന്റ്, അതായത് രോഗികൾ വരുമ്പോൾ അവരുടെ ഒരു ക്രമം അനുസരിച്ച്, അതായത് ഇപ്പോ പ്രധാനപ്പെട്ട വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോ ഇപ്പോ എന്താ പറയാ, പല പല ആളുകളൊക്കെ, അതായത് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോ എന്താണ്? അവരൊക്കെ വരുമ്പോൾ ഓരോ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും, ഓരോ ക്രമങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ എന്താണോ ആദ്യത്തേതെന്ന ക്രമത്തിൽ നോക്കിയിട്ട് ആർക്കാണോ ആദ്യം അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. അതുപോലെ തന്നെ VIPs വരുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നു, നമുക്കറിയാം അല്ലെ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സിനിമാ താരങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അവര് വരുന്നതും പോകുന്നതും ഒന്നും നമ്മൾ അറിയില്ല. നമ്മൾ ചിലപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ടാവും, ചിലപ്പോ ഒരു മിന്നായം പോലെ ആയിരിക്കും നമ്മൾ അവരെ കാണുന്നത്.
കാരണം അവരുടെ കാര്യങ്ങളൊക്കെ അത്രയും പക്കാ ക്ലിയർ ആയിട്ടാണ് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ചെയ്യുന്നത് കേട്ടോ. അതായത് മുൻപേ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി ഒരു സ്പെസിഫിക് ടൈം മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ ടൈമിന് തൊട്ട് മുമ്പായിട്ട് അവരോട് അവിടെ എത്താൻ പറയും. ആ സമയത്ത് തന്നെ അവർക്ക് ഡോക്ടറെ കണ്ടിട്ട് വെയിറ്റ് ചെയ്യാതെ എന്താണ് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. നെക്സ്റ്റ്, ഈ ഗസ്റ്റുകൾ വരുമ്പോൾ അവരോട് പൊളൈറ്റ് ആയിട്ട് പെരുമാറുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവരോട് ബിഹേവ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, എന്തെങ്കിലും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പേഷ്യൻസിന് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എന്താണ് വിവരിച്ചു കൊടുക്കുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എല്ലാവരെയും എന്ത് ചെയ്യുക, തുല്യമായിട്ടല്ല ഈക്വൽ ആയിട്ട് തന്നെ പരിഗണിക്കുക. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള പരിഗണനയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാല് എന്താണ്, അതായത് ആദ്യം തുടങ്ങി തന്നെ ഇപ്പൊ ഒരു പേഷ്യന്റ് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ അടുത്ത് വന്നെന്ന് വിചാരിക്കുക, അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. അയാൾക്ക് വേണ്ടിയിട്ട് ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങള് നേരായിട്ടുള്ള ഒരു ക്രമത്തിൽ ചെയ്തു കഴിഞ്ഞാല് എന്താണ് ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു തിടുക്കം എന്തുണ്ടാവും, നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്നെ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ തന്നെ എന്താണ്, നമ്മളൊക്കെ വീട്ടമ്മമാരാണല്ലോ, അപ്പൊ നമുക്ക് എന്താണ് ധാരാളം ജോലികളുണ്ട്. അപ്പൊ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റിട്ട് എന്താണ് നമുക്കൊരു കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് വേയിൽ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പഠിക്കാനും ധാരാളം സമയം കിട്ടുമല്ലോ. അല്ലാണ്ട് എന്താണ് നമ്മിപ്പോ രാവിലേക്ക് എണീക്കാതെ കുറച്ച് വൈകി 9 മണിക്കൊക്കെയാണ് എണീക്കുന്നതെങ്കിൽ എന്താണ് 10 മണിക്ക് 10:30 ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്കൊരു വെപ്രാളമായിരിക്കും അല്ലെ, കാരണം അരി വെച്ചിട്ടില്ല, കറി വെച്ചിട്ടില്ല, എല്ലാരും കൂടി ഒരുമിച്ച് ചെയ്യാതെന്നാൽ എന്താണ് ഒരു തിടുക്കം ഉണ്ടാവുമല്ലോ. അത് തന്നെയാ ഇവിടെ പറയുന്നേ. രോഗികൾ വരുമ്പോൾ അറേഞ്ച്മെന്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ലാസ്റ്റ് മിനിറ്റ്സിലെ, അതായത് അവസാന നിമിഷത്തിലെ ഒരു തിരക്ക് അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഈ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് തകരാറുകളോ കാര്യങ്ങളോ, അതായത് ഹോസ്പിറ്റലിന്റെ ബേസിൽ ഇപ്പൊ എന്തെങ്കിലും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മള് പരിഹരിക്കാനായിട്ട് നോക്കണം. അങ്ങനെ പരിഹരിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാല് രോഗികളുടെ ഭാഗത്ത് നിന്ന് എന്ത് വരില്ല, അധികം കംപ്ലൈന്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റൂമിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഒരു സിസ്റ്റം ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും. ആ കമ്പ്യൂട്ടറിൽ അയാളുടെ അടുത്ത് ഏതൊക്കെ പേഷ്യൻസ് ആണോ വരുന്നത്, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണോ വരുന്നത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഡാറ്റാ ബേസിൽ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആള് അവിടെ അയാളുടെ മുകളിൽ ജോലി ചെയ്യുന്ന മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരാളുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട്, ക്ലോസ് കോണ്ടാക്ട് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ കീപ്പ് ചെയ്യുന്നതിലൂടെ എന്താണ് അയാൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഹാവ് എ പ്രോ നോളജ് ഓഫ് ഹോസ്പിറ്റൽ, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്. അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ആൾക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് മാത്രമല്ല നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു ആളെന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരെ കുറിച്ചും നഴ്സുമാരെ കുറിച്ചും അവിടെയുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഹോസ്പിറ്റൽ പോളിസിയെ കുറിച്ചും മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൽ വരുന്നതുണ്ട്, അതുപോലെ ഹൗസ് കീപ്പിംഗിൽ വരുന്നതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഇയാൾക്ക് അറിവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് എന്ത് ചെയ്യണം, ഇയാള് തയ്യാറായിട്ട് ഇരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മിസ് സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയാമോ? കേട്ടില്ലായിരുന്നു. അല്ലേ? ഓക്കെ,
Attend to enquiries requested by the guests, customers or foreign patients regarding facilities provided and everything else. അതായത് ആരെങ്കിലും ഇപ്പോ പുറത്തു നിന്നുള്ള പേഷ്യൻസ് ഒക്കെ ഫോറിൻ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും അന്വേഷണങ്ങൾക്കായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ മേഘ? മനസ്സിലായി. ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അതായത് ലിസ്റ്റ് പ്രകാരം, അതായത് വെൽക്കം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തു കൊടുക്കുക. പിന്നെ VIP എന്ത് ചെയ്യാം, കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കുക. അതിന് എക്സാമ്പിൾ ആണ് സെലിബ്രിറ്റികൾ വരുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന ഡോക്ടർ ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും എന്ത് ചെയ്യാം, പൊളൈറ്റ് ആയിട്ടും ഹമ്പിൾ ആയിട്ടൊക്കെ പെരുമാറുക. അതുപോലെ തന്നെ രോഗികൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡാറ്റാബേസിൽ സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ മാനേജറുമായിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള ഒരു കോൺടാക്ട് ഉണ്ടാക്കുക. പിന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ ആയിട്ടും നോൺ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, അതിനെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. അത് ജസ്റ്റ് ഞാനിവിടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് മനസ്സിലാവാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ആറാമത്തെ പോയിന്റ് അല്ലേ? Provide a detailed description of all the information that can be potentially asked for along with the document needed. ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് വരികയാണെന്ന് വിചാരിക്കാം. അയാൾക്ക് അയാളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അപ്പൊ അത് അറിയണമെങ്കിൽ എന്താണ്, ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. അപ്പൊ അതിനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ അതായത് ആ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അതായത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങള് വിവരിച്ച് എന്ത് പറയണം, ഈ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിയുകയാണെങ്കിൽ പറയാം കേട്ടോ.
കഴിഞ്ഞോ? ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? മിസ് ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ? ഓക്കെ. ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിലോ, ഇപ്പൊ നമ്മള് OPD അസിസ്റ്റന്റ് പറഞ്ഞു, അയാളത് പറയുന്നത് കുറെ കാര്യങ്ങൾ അല്ലെ, ഈ ഒരു പോയിന്റ്സ് അധികം പ്രശ്നം ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ക്ലിനിക്കൽ റെക്കോർഡാണ് കീപ്പ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 years വരെയാണ് നമ്മള് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് അതായത് മെത്തേഡുകൾ എന്തൊക്കെയാണ് സോൾവ് ചെയ്യാനുള്ളത്, ആ കാര്യങ്ങൾ വായിച്ചിരിക്കുക. പിന്നെ പ്രോബ്ലംസ്, പിന്നെ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് അല്ലെ, ഈ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് പേഷ്യന്റ് ആരൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. 2 തരത്തിലുള്ള OPD എന്തൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? ഈസി ആയിരുന്നോ? ഈസി ആണോ? കുഴപ്പമില്ല മിസ്, ഈസിയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേറെയും ചാപ്റ്ററിൽ വരുന്നതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.